जय कुञ्ज बिहारी जय राधा माधव जय कुञ्ज बिहारी हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे हरे। श्री राधा माधव की जय। Thank you, Mataji. Thank you. Hare Krishna. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Ajnanatimirandasya Jnananjana Shalakaya Chakshurummilitam Yena Tasmai Shri Gurave Namaha. Shri Chaitanya Manobhishtam Sthapitam Yena Bhutale Swayam Rupa Kathamahyan Dadadi Swapadantiyam Mukam Karoti Vacharam Pangum Lankayati Girimil Kripatamaham Mande Paramananda Madhavam Narayanam Namaskritya Naranchaiva Narottamam Devim Saraswatim Vyasam Tato Jayamudiri. Hare Krishna. വീണ്ടും നമ്മുടെ ഭാഗ്യം കൊണ്ട് ഒരു കാർത്തിക മാസം നമുക്ക് ആചരിക്കാനുള്ള അവസരം ലഭിച്ചു. എന്തുകൊണ്ടാണ് വീണ്ടും നമുക്ക് ഭാഗ്യം കിട്ടി എന്ന് പറഞ്ഞത്? ഒരു വർഷത്തില് ഏറ്റവും ശ്രേഷ്ഠമായ മാസം, ഏറ്റവും ശ്രേഷ്ഠമായി ആചരിക്കേണ്ട മാസം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം നമുക്ക് പറയാം അത് കാർത്തിക മാസമാണെന്ന്. ഒരു കാര്യത്തെ പറ്റി പല പ്രാവശ്യം ഒരാൾ പറയുകയാണെങ്കിൽ അതിൽ എന്തോ ഒരു പ്രാധാന്യതയുണ്ട്, അതല്ലെന്നുണ്ടെങ്കിൽ എന്തോ ഒരു പന്തികേടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് വാണിംഗ് ആണ്, ഒന്ന് ഇൻസ്ട്രക്ഷനാണ്. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് വാണിംഗുമല്ല ഇൻസ്ട്രക്ഷനുമല്ല, അഡ്വൈസാണ്. ആചാര്യന്മാര് ഭഗവാന്റെ ഇംഗിതം അറിഞ്ഞിട്ട് ഉപദേശിച്ചിരിക്കുകയാണ് നമ്മളെ. കാർത്തിക മാസത്തിന്റെ പ്രാധാന്യം സ്കന്ദപുരാണത്തിലാണെങ്കിലും പത്മപുരാണത്തിലാണെങ്കിലും ബ്രഹ്മവൈവർത്ത പുരാണത്തിലാണെങ്കിലും ദേവീ ഭാഗവതത്തിലാണെങ്കിലും ശ്രീമദ് മഹാഭാഗവതത്തിലാണെങ്കിലും ഗർഗഭാഗവതത്തിലാണെങ്കിലും ഒരുപോലെ പറഞ്ഞിരിക്കുന്നു. ഒരേ വാക്കുകളിൽ ഒരേ അർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു. സ്കന്ദപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നു ന കാർത്തിക സമോ മാസം, മാസങ്ങളിൽ കാർത്തിക മാസത്തിന് സമമായിട്ട് മറ്റൊരു മാസം തന്നെയില്ല. ന കൃതേന സമയുഗം, സത്യയുഗത്തിന് സമമായി മറ്റൊരു യുഗവുമില്ല. ന വേദ സദൃശം ശാസ്ത്രം, ശാസ്ത്രങ്ങളിൽ അത് ആധുനിക ശാസ്ത്രമാണെങ്കിലും പൗരാണിക ചരിത്രമാണെങ്കിലും ശാസ്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് വേദങ്ങളാണ്. വേദങ്ങളുടെ സത്താണ് ഉപനിഷത്തുക്കൾ, ഉപനിഷത്തിന്റെ സത്താണ് ഭഗവത്ഗീത. തീർത്ഥം ഗംഗയാ സമം, തീർത്ഥങ്ങളിൽ ഗംഗാ നദിക്ക് സമമായിട്ട്, ഗംഗയ്ക്ക് സമമായിട്ട് മറ്റൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ ഭാഗ്യം ചെയ്തവരാണ്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. ഭഗവാനുമായിട്ട് ബന്ധമുള്ളവരെ മാത്രമേ ഭാഗ്യവാൻ എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ വീണ്ടും ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യാൻ എന്ന് മാത്രമല്ല, ഭഗവാൻ ഒരു ഷോർട്ട് കട്ട് തന്നിരിക്കുന്നതാണ്, ഒരു ഭാഗ്യം തന്നിരിക്കുന്നതാണ്. കാർത്തിക മാസത്തിൽ ആര് ഭഗവാനെ കുറിച്ച് വിചാരിക്കുന്നുവോ, ചിന്തിക്കുന്നുവോ, വിളിക്കുന്നുവോ, ആര് ഭഗവാന്റെ ലീലകൾ സ്മരിക്കുന്നുവോ, ആര് ഈ കാർത്തിക മാസത്തിൽ ദാനം ചെയ്യുന്നുവോ, എന്ത് പുണ്യപ്രവർത്തികൾ ചെയ്യുന്നുവോ, അവർക്ക് 1000 ഇരട്ടി ഫലം കിട്ടും.
ഭഗവാന്റെ മുന്നിൽ ഒരു നെയ്വിളക്ക് കാണിക്കുന്നത് വഴി നമ്മുടെ എല്ലാ പാപങ്ങളും നശിച്ചു പോകും. ശാസ്ത്രം പറയുന്നതെല്ലാം സത്യമാണ്. അത് തന്നെ സംഭവിക്കുകയുള്ളൂ. ചെറിയൊരു ഉദാഹരണം പറഞ്ഞിട്ട് നമുക്ക് കാർത്തിക മാസത്തിന്റെ മഹിമയിലോട്ട് പോകാം. ഭഗവത്ഗീതയില് വിഭൂതി വിസ്തര യോഗത്തിൽ ഭഗവാൻ പറയുന്നു, അക്ഷരാണാം അകാര അസ്മി. അക്ഷരങ്ങളില് ആദ്യത്തെ അക്ഷരം ആ, അത് എന്നെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പിന്നീട് ലോകത്തിലുണ്ടായ ഒരു ഭാഷകൾക്കും ഏറ്റവും അവസാനം 1000 വർഷങ്ങൾക്ക് മുമ്പുണ്ട് 1400 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഭാഷയ്ക്കും അക്ഷരത്തിലാദ്യം ആയാണ്. ഒരിക്കലും മാറ്റാൻ പറ്റിയിട്ടില്ല. അത്യന്താധുനിക ശാസ്ത്രജ്ഞന്മാർക്കോ യുക്തിവാദികൾക്കോ ആ അക്ഷരത്തെ മറികടക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഇത്രയും ആധികാരികമായിട്ട് ലോകത്ത് ഒരേ ഒരാളെ പറഞ്ഞിട്ടുള്ളൂ, അത് ശ്രീകൃഷ്ണൻ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഭഗവാൻ, പ്രഭോ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഭഗവാൻ എന്ത് പറഞ്ഞിരിക്കുന്നു അതെല്ലാം സത്യമാണ്. ഭഗവത്ഗീതയിൽ വീണ്ടും പറയുന്നു, കൗന്ദേയ പ്രതിജാനിഹി ന മേ ഭക്ത്യാ പ്രണശ്യതി. കുന്തിപുത്ര അർജുന, നീ എല്ലാവരോടും ഉറക്ക പ്രഖ്യാപിക്കൂ, എന്റെ ഭക്തന് ഒരിക്കലും നാശം സംഭവിക്കുകയില്ല. ഹരേ കൃഷ്ണ. അപ്പൊ വീണ്ടും ഒരുപാട് ലീലകൾ നടന്ന മാസം കാർത്തിക മാസം. ഭഗവാൻ ആദ്യമായിട്ട് പശുക്കളെ മേയ്ക്കാൻ പോയ മാസം കാർത്തിക മാസം. ഗോവർദ്ധന പർവ്വതം ഉയർത്തി വ്രജവാസികളെ മുഴുവൻ സംരക്ഷിച്ച മാസം കാർത്തിക മാസം. ബ്രഹ്മാവ് ഭഗവാനെ പരീക്ഷിച്ച് ബ്രഹ്മാവ് സറണ്ടർ ചെയ്ത മാസം കാർത്തിക മാസം. അങ്ങനെ പോകുന്നു കാർത്തിക മാസത്തിന്റെ മഹിമ. ഇതാണ് ആ കാർത്തിക മാസം നമ്മൾ ആഘോഷിക്കുമ്പോൾ, നമ്മൾ ആചരിക്കുമ്പോൾ, നമ്മൾ ഭഗവാനെ സ്മരിക്കുമ്പോൾ ഭഗവാന് വളരെ വലിയ സന്തോഷമുണ്ടാകും. ഹരേ കൃഷ്ണ. കാർത്തിക മാസത്തിന്റെ സന്ദേശവുമായിട്ട് സ്മിത മാതാജി വരും. ഹരേ കൃഷ്ണ. ശ്രേയ പാടാൻ റെഡിയാവുന്നുണ്ടെങ്കിൽ റെഡി ആയിരിക്കുക. ഓക്കെ. പ്രഭു ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ മണിലാൽ പ്രഭു. ഈ ദാമോദർ മാസത്തില് ഒരുപാട് ഫെസ്റ്റിവൽസ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഞാൻ പ്രഭു പറഞ്ഞത് കൂടാതെ ഞാൻ ഒരു 2-3 ഫെസ്റ്റിവൽസിനെയും കൂടി ഞാൻ പറയാം. ഇപ്പൊ കാർത്തിക മാസത്തില് ഇപ്പൊ ലാസ്റ്റ് ഒരു 2-3 ദിവസം മുമ്പ് കഴിഞ്ഞതാണ് ബഹുലാഷ്ടമി എന്ന് പറയുന്നത്. ബഹുലാഷ്ടമി എന്ന് പറയുന്നത് രാധാകുണ്ടിന്റെ റീഅപ്പിയറൻസ് ആണ്. ഈ രാധാകുണ്ട് എന്ന് പറയുന്നത് ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് വൃന്ദാവനില്. ആൻഡ് അവിടെ രാധാകുണ്ട് നമ്മൾ ജസ്റ്റ് വെറുതെ കാണുക തന്നെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഭഗവാന്റെ പ്രേമം കിട്ടാനുള്ള അവസരം, സ്നേഹം, ഭഗവാനോടുള്ള ഭക്തി കിട്ടാനുള്ള അവസരം നമുക്ക് കിട്ടും. രാധാകുണ്ട് നമ്മൾ ജസ്റ്റ് ദർശൻ മാത്രം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി രണ്ടാമത്തത് ദീപാവലി. ആ ദിവസം തന്നെയാണ് ദാമോദർ ലീലയും നടന്നത്. അപ്പൊ ദീപാവലി നമുക്കറിയാം, രാമനും സീതയും ലക്ഷ്മണനും ഹനുമാനും എല്ലാം തിരിച്ച് അയോധ്യയിലേക്ക് വരുന്ന ദിവസമാണ് ദീപാവലി എന്ന് പറയുന്നത്. ആ ദീപദാനം കൊണ്ട് എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്, എന്താണ് അതിനെ സിംബിളൈസ് ചെയ്യുന്നത്, എന്താണ്? അതായത് നമ്മളുടെ സ്പിരിച്വൽ ബുദ്ധി തെളിയുകയും നമ്മളുടെ ഇഗ്നറൻസ് മാറുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ദീപങ്ങള് കത്തിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഗോവർദ്ധൻ പൂജയാണ്. ഇപ്പൊ പ്രഭു ഓൾറെഡി സംസാരിച്ചു. ഗോവർദ്ധൻ പറയുന്നത് ഭഗവാൻ ഗോവർദ്ധനായിട്ട് അപ്പിയർ ചെയ്യുകയും വൃന്ദാവനിലത്തെ വൃന്ദാവൻ നിവാസികളെ എന്തൊക്കെ ഭഗവാന് വേണ്ടി ഓഫർ ചെയ്തുവോ അതെല്ലാം അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഗോവർദ്ധൻ പൂജ. ഇനി പിന്നൊന്നുള്ളത് തുളസി ശാലിഗ്രാം വിവാഹം. ഈ വൃന്ദാദേവിയാണ് ഭഗവാൻ രാധയും കൃഷ്ണനും കൂടെ ഉള്ള ലീലകളിലെല്ലാം എല്ലാ കാര്യങ്ങളും അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഭഗവാന് ഈ വൃന്ദാദേവിയുടെ സർവീസിൽ വളരെ തൃപ്തിയായിട്ട് വിഷ്ണുവിന്റെ വിഷ്ണു ശാലിഗ്രാമിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും അങ്ങനെ വൃന്ദാദേവിയെ വിവാഹം ചെയ്യുകയും ചെയ്യുന്നു. ഈ മെറ്റീരിയൽ വേൾഡില് വൃന്ദാദേവിയുടെ എക്സ്പാൻഷൻ ആണ് തുളസി ദേവി. അപ്പൊ നമ്മൾ തുളസി ദേവിയെ
പൂജിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഭഗവാൻ കൃഷ്ണനോടുള്ള ഭക്തി വളരെ കൂടാൻ അത് സഹായിക്കും. അതേപോലെ തന്നെ നമ്മൾ തുളസിയെ വർഷിപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കഷ്ടതകളെല്ലാം മാറുന്നാണ് സ്ക്രിപ്റ്റേഴ്സിൽ പറയുന്നത്. അതുപോലെ ഇനി ഞങ്ങൾ കുറച്ച് ഇസ്കോണിന്റെ ഡിവോട്ടീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ശ്രീല പ്രഭുപാദിന്റെ ഡിസപ്പിയറൻസും ഈ മാസത്തിലാണ് വരുന്നത്. അപ്പൊ ചിലർ വിചാരിക്കുന്നുണ്ടാവും നമുക്ക് എന്ത് കണക്ഷൻ ശ്രീല പ്രഭുപാദായിട്ട്, നമ്മൾ ഈ മൂവ്മെന്റ് ആയിട്ട് കണക്റ്റഡ് അല്ലല്ലോ എന്നുള്ളത്. പക്ഷെ നമ്മൾ ഈ ദാമോദർ മാസം സെലിബ്രേറ്റ് ചെയ്യുന്നതിന്റെ അർത്ഥം തന്നെ നമുക്ക് പ്രഭുപാദായിട്ട് കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഈ ദാമോദർ മാസത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നത് പ്രഭുപാദാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും ജഗദ്ഗുരു ശ്രീല പ്രഭുപാദുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഇനി പ്രഭു ഇപ്പൊ പറഞ്ഞ പോലെ പല സ്ഥലങ്ങളിലും സ്ക്രിപ്റ്റേഴ്സില് ഒരേ കാര്യങ്ങള് പല തവണ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അതിന്റെ കാരണം എന്താണ്? സ്ക്രിപ്റ്റേഴ്സിൽ തന്നെ പറയുന്നുണ്ട് ഈ കലിയുഗത്തിൽ എല്ലാവരും ഷോർട്ട് ലൈഫ്സ് ആണ് ഉള്ളത് എന്നുള്ളത്. ശ്രീമദ് ഭാഗവതം 1.1.10 പറയുന്നത് പ്രായേണ അല്പായുഷ സഭ്യ കലൗ അസ്മിൻ യുഗേ ജനാഹ മന്ദാഹ സുമന്ദമതയോ മന്ദഭാഗ്യാഹി ഉപദ്രുതാഹ. അതായത് പറയുന്നത് എന്താണ്? പ്രായത്തിൽ അല്പ ആയുഷായിരിക്കും ഈ കലികാലത്തിലുള്ള ആൾക്കാർക്ക്. മന്ദ ബുദ്ധിയാണെങ്കിൽ കുറവായിരിക്കും. സുമന്ദമതയോ സ്ലോ ആയിരിക്കും. ആൻഡ് മന്ദഭാഗ്യ ഭാഗ്യവും കുറവായിരിക്കും. ഉപദ്രുത പറഞ്ഞാൽ ഓൾവേസ് ഡിസ്റ്റർബ്, എപ്പോഴും മനപ്രയാസങ്ങളായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും സ്ക്രിപ്റ്റേഴ്സിലും ഒക്കെ ഒരേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പ്രഭു പറഞ്ഞു അതിന്ന് നമ്മൾക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് അത് റിപ്പീറ്റഡ് ആയിട്ട് പല സ്ഥലങ്ങളിലും പല ആചാര്യന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ്. കാരണം നമ്മൾക്ക് പെട്ടെന്ന് ഓർമ്മ പോവും കാര്യങ്ങള്, ഒന്നും ഓർമ്മയുണ്ടാവില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇനി ഏത് ഉത്സവം നമ്മൾ ആഘോഷിക്കുമ്പോഴും അതില് 3 ആസ്പെക്ട്സ് ഉണ്ട്, 3 കാര്യങ്ങളുണ്ട്. ഒന്ന് പരമ്പര, എന്റെ വീട്ടുകാർ ചെയ്തിട്ടുണ്ടായിരുന്നു, അച്ഛൻ അപ്പൂപ്പന്മാരായിട്ട് ചെയ്തു വന്നിട്ടുണ്ടായിരുന്നതാണ്, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നു, അത് എനിക്ക് സന്തോഷം തരുന്നു, എനിക്ക് എല്ലാവരുമായിട്ട് ഒത്തുചേരാനുള്ള അവസരമാണ്. അത് ആദ്യത്തെ ലെവല്. രണ്ടാമത്തെ ലെവൽ എന്ന് പറയുന്നത് ആധ്യാത്മികം. അപ്പൊ അതിന്റെ കൂട്ടത്തില് നമ്മൾ വിചാരിക്കുന്ന ഓക്കെ ഇപ്പൊ ഓണാണെന്നുണ്ടെങ്കിൽ വിഷ്ണുവിന്റെ അവതാരം വാമന ഭഗവാൻ അപ്പിയർ ആയതാണ്. അപ്പൊ അതുകൂടെ നമ്മൾക്ക് കുറച്ചൊരു ചിന്തയുണ്ടാവും. ഓക്കെ, അതിനു വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒരുക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. മൂന്നാമത്തെ ലെവലാണ് ഭക്തി, ഡിവോഷണൽ എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഈ ഫെസ്റ്റിവൽ എല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്നത് ഒരേപോലെയാണ്, പക്ഷെ നമ്മുടെ മനസ്സിലാണ് ആ മാറ്റം ഉണ്ടാവുന്നത്. മൂന്നാമത്തെ ടൈപ്പ് നമ്മൾ ഡിവോഷണൽ ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇത് ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്, ഭഗവാന്റെ ഭക്തന്മാരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നതെന്ന് വിചാരിക്കും. അപ്പൊ ഒരു ഫെസ്റ്റിവൽ എടുത്തു കഴിഞ്ഞാൽ ഈ 3 കാര്യങ്ങളും ഉണ്ട്. നമ്മൾ ഈ 3 കാര്യങ്ങളും കമ്പൈൻ ചെയ്ത് ഭഗവാന്റെ പ്ലഷറിന് വേണ്ടിയിട്ട്, ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോഴാണ് ആ ഉത്സവം ഒരു ഉത്സവമാകുന്നത്. ഇപ്പൊ ബാക്കിയുള്ള സന്തോഷങ്ങൾ അല്ലെങ്കിൽ എന്താ പറയാ, എന്തെങ്കിലും ഒരു കാര്യം നേടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള ആ സന്തോഷം വളരെ ക്ഷണികമാണ്. എന്നാൽ ഭഗവാന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അത് സന്തോഷമല്ല, അത് ആനന്ദമാണ്, എന്നും എന്നും നിലനിൽക്കും നമുക്ക്. ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് പോയി, ഇപ്പൊ രാധാകുണ്ടിന്റെ കാര്യം പറഞ്ഞു, ദർശൻ മാത്രയില് നമുക്ക് ഭഗവാന്റെ പ്രേമം കിട്ടാൻ ചാൻസ് ഉള്ള ഒരു സ്ഥലമാണ് രാധാകുണ്ട്. അപ്പൊ നമ്മൾ അവിടെ പോയി ഒരു തവണ പോയി കഴിഞ്ഞ് രാധാകുണ്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ എന്നും മനസ്സിൽ ആലോചിക്കുമ്പോൾ ആ ആനന്ദം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഒരു തവണയെ പോയിട്ടുള്ളൂ. പക്ഷെ സന്തോഷങ്ങൾ എങ്ങനെയാണ്? വളരെ ക്ഷണികമാണ്. ഇന്നിപ്പോ ഒരു പുതിയ മൊബൈൽ കിട്ടിയപ്പോഴാ സന്തോഷം, നാളെ കാറ് കിട്ടിയപ്പോഴാ സന്തോഷം, മറ്റന്നാൾ വേറെ എന്തെങ്കിലും കിട്ടുമ്പോഴായിരിക്കും സന്തോഷം. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എന്നാൽ ഭഗവാന്റെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലോ ആ സന്തോഷം എന്നും നിലനിൽക്കും. അതാണ് ഭഗവാന്റെ കാര്യവും മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യവും തമ്മിലുള്ള വ്യത്യാസം. അതേപോലെ പ്രഭു പറഞ്ഞു കാർത്തിക മാസത്തിന്റെ മഹാത്മ്യത്തില് പ്രഭു ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. അതായത് നമ്മൾ എന്തൊക്കെ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ കാർത്തിക മാസത്തില് ദാമോദര ഭഗവാന് വിളക്ക് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം കരിഞ്ഞു പോകും, കത്തിപ്പോകും എന്നുള്ളത്. അതുപോലെ തന്നെ ഈ കാർത്തിക മാസത്തിൽ നമ്മൾ ഇങ്ങനെ അഷ്ടകം ചൊല്ലി ദാമോദര ഭഗവാന് വിളക്ക് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 100 ജന്മങ്ങൾ, സാധാരണ നമ്മൾ എന്ത് പുണ്യപ്രവൃത്തി ചെയ്താലും അത് ഒരു ജന്മത്തിലേക്ക് മാത്രമേ നിലനിൽക്കുള്ളൂ.
അതേസമയം നമ്മൾ കാർത്തിക മാസത്തിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അടുത്ത 100 ജന്മങ്ങളിലേക്ക് നമുക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവും. ഇനി 6 ചെറിയ കാര്യങ്ങൾ, ലളിതമായ കാര്യങ്ങൾ നമുക്ക് ഈ കാർത്തിക മാസത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. 1, നെയ്വിളക്ക് കാണിച്ച് ദാമോദര ഭഗവാന് കാണിച്ച് ദാമോദര അഷ്ടകം ചൊല്ലുക. 2, തുളസി ദേവിക്ക് വിളക്ക് വെച്ച് തുളസിക്ക് വെള്ളം നനയ്ക്കുക. 3, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപം ചെയ്യുക. 4, ശ്രീമദ് ഭാഗവതവും ഭഗവത്ഗീതയും വായിക്കുക. ഈ മാസത്തിൽ പ്രത്യേകമായി വായിക്കേണ്ടത് ഭഗവത്ഗീത 12ാം അധ്യായവും അതുപോലെ ശ്രീമദ് ഭാഗവതത്തിന്റെ 10ാമത്തെ അധ്യായമാണ്, 10ാമത്തെ ഖണ്ഡവുമാണ്. കുറഞ്ഞ വർഷം ചതുശ്ലോകി ഭാഗവതവും ഭഗവത്ഗീതയെങ്കിലും വായിക്കുക. അതിനാകെ 4 മിനിറ്റ് സമയം എടുക്കുള്ളൂ. 5ാമത്തെ കാര്യം, പ്രസാദം മാത്രം കഴിക്കുക. കുറഞ്ഞ വർഷം സസ്യബുക്കെങ്കിലും ആവുക ഈ മാസം. അപ്പൊ ഈ കാര്യം 6ാമത്തെ കാര്യം, എന്തെങ്കിലും ദാനം ചെയ്യുക. ഈ 6 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഭഗവാൻ രാധാ ദാമോദരന്റെ കൃപ കിട്ടാൻ നമുക്ക് സഹായിക്കും. അതുപോലെ 100 മടങ്ങ്, സാധാരണ മാസങ്ങളെക്കാട്ടിലും 100 മടങ്ങ് കൃപ ലഭിക്കാൻ ഈ ദാമോദര മാസത്തിൽ എന്ത് ചെയ്താലും നമുക്ക് കൃപ കിട്ടും. അതുപോലെ 100 ജന്മങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. അതുപോലെ നമ്മളുടെ പൂർവികർക്ക് മോചനം കിട്ടാനും ഇനി വരുന്ന 7 തലമുറയ്ക്ക് ഈ കാർത്തിക മാസത്തില് നമ്മൾ ഒരു നെയ്വിളക്ക് ദാമോദര ഭഗവാന് കാണിക്കുന്നത് കൊണ്ട് ഇനി വരുന്ന 7 ജനറേഷൻസിനും അതിന്റെ ഗുണമുണ്ടായിരിക്കും. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി, ഹരേ കൃഷ്ണ. അപ്പം ഇതിനകത്ത് ശ്രേഷ്ഠമായ ഒരു കാര്യം പറഞ്ഞു, കാർത്തിക മാസത്തിൽ തുളസി പരിചരണം. തുളസി പരിചരണം വളരെ വളരെ ഗുണം ചെയ്യും. ശ്രേഷ്ഠമായ ഒരു സേവയാണ് തുളസി സേവ. രാധാറാണി പോലും ഭഗവാന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ തുളസി സേവ ചെയ്തു. തുളസി സേവ ചെയ്യുക മാത്രമല്ല, അതോടൊപ്പം തന്നെ അത് ആചാരവിധി പ്രകാരം തുളസി സേവ ചെയ്യുകയും പലതരം ശ്രേഷ്ഠമായ നിവേദ്യങ്ങൾ സമർപ്പിക്കുകയും അതുപോലെ ഒരുപാട് ദാനങ്ങളും ചെയ്തു. ഭഗവാന്റെ തന്നെ അന്തരംഗശക്തിയായ രാധാറാണി പോലും തുളസിയെ പരിചരിച്ചു എന്ന് നമ്മൾ അറിയുമ്പോൾ അത്രയേറെ പ്രധാനമാണ് തുളസി സേവയും ദാനവും എന്നുള്ളത്. ഹരേ കൃഷ്ണ. ശ്രേയ റെഡിയല്ലേ? ശ്രേയ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഒരു പാട്ട് പാടാം. ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ട്, പാടിക്കോളൂ. ഞാൻ ഒന്ന് പാടിക്കോട്ടെ? ശ്രേയ 5 മിനിറ്റ് കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. സോറി. കേൾക്കുന്നുണ്ട്. നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം വൃന്ദാവനസ്ഥിതം നാരായണം ദേവവൃന്ദൈരഭീഷ്ടം നാരായണം നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം ദിനകരമധ്യഗം നാരായണം ദിവ്യകനകാംബരധരം നാരായണം നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം പങ്കജലോചനം നാരായണം ഭക്തസങ്കടമോചനം നാരായണം നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം കരുണാപയോനിധിം നാരായണം ഭവ്യശരണാഗതനിധിം നാരായണം നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം രക്ഷിതജഗത്രയം നാരായണം ചക്രശിക്ഷിതസുരചയം നാരായണം നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം അജ്ഞാനനാശകം നാരായണം
ശുദ്ധവിജ്ഞാനഭാസകം നാരായണം. നാരായണം ഭജേ നാരായണം. ലക്ഷ്മീനാരായണം ഭജേ നാരായണം. ശ്രീവത്സഭൂഷണം നാരായണം. നന്ദഗോവത്സപോഷണം നാരായണം. നാരായണം ഭജേ നാരായണം. ലക്ഷ്മീനാരായണം ഭജേ നാരായണം. ശൃംഗാരനായകം നാരായണം. പദഗംഗാവിധായകം നാരായണം. നാരായണം ഭജേ നാരായണം. ലക്ഷ്മീനാരായണം ഭജേ നാരായണം. ശ്രീകണ്ഠസേവിതം നാരായണം. നിത്യവൈകുണ്ഠവാസിനം നാരായണം. നാരായണം ഭജേ നാരായണം. ലക്ഷ്മീനാരായണം ഭജേ നാരായണം. ഭജേ നാരായണം ഭജേ നാരായണം. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. താങ്ക് യു. സങ്കട മോചനം നാരായണം. സങ്കടങ്ങൾ മാറ്റാൻ ഭഗവാന് മാത്രമേ പറ്റുകയുള്ളൂ എന്ന് സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭഗവാനെ മുകുന്ദ മുരാരേ എന്ന് വിളിക്കുന്നത്. ശ്രീമദ് മഹാഭാഗവതത്തില് ധ്യാന ശ്ലോകത്തില് വീണ്ടും പറയുന്നു, സച്ചിദാനന്ദ രൂപായ വിശ്വോത്പത്യാദി ഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. താപത്രയ വിനാശായ. ഈ ഭൗതിക ലോകത്തിൽ 3 തരത്തിലുള്ള വിഷമങ്ങൾ മാത്രമേ ഉള്ളൂ. ആ 3 തരത്തിലുള്ള വിഷമങ്ങളെയും എടുത്തു കളയുന്ന ഭഗവാനെ അങ്ങ് ഞാൻ പ്രണമിക്കുന്നു. ഈ കാർത്തിക മാസത്തില് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രഭേട്ടന്റെയും ശ്രീ ചേച്ചിയുടെയും വീട്ടിൽ വന്നിരിക്കുന്നത് നമ്മൾ ഈ കാർത്തിക മാസത്തിൽ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുവാനും ഭഗവാനെ കീർത്തിക്കുവാനും നമ്മുടെ വിഷമതങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറുവാനും നമുക്ക് ജീവിതത്തിൽ ആത്മീയമായും ഭൗതികമായും പുരോഗതി ഉണ്ടാകട്ടെ എന്ന് വീണ്ടും നമുക്ക് 3 പ്രാവശ്യം പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ആ സാക്ഷാൽ ലക്ഷ്മി നാരായണനെ നമ്മൾ കലിയുഗത്തിൽ വിളിക്കേണ്ട മന്ത്രം ഉപനിഷത്തില് പറഞ്ഞിരിക്കുന്ന പ്രിസ്ക്രൈബ്ഡ് മന്ത്രമാണ് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കണം എന്ന് പറയുന്നതും നമ്മൾ ക്ഷേത്രങ്ങളെല്ലാം പോകുമ്പോഴും അത് മാത്രം നമ്മൾ കേൾക്കുന്നതും. അഖണ്ഡനാമ ജപം എന്ന പേരിൽ ഹരേ കൃഷ്ണ. വീണ്ടും കാർത്തിക മാസത്തിന്റെ സന്ദേശവുമായിട്ട് ശില്പമാതാജി വരും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓംകാരമായ പൊരുൾ 3ആയി പിരിഞ്ഞുടനെ ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷി അതുബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യ രൂപ ഹരേ നാരായണായ നമഃ. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരു ബദൽ മിണ്ടാവതല്ല മമ പണ്ടേ കണക്കു വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കിലിഹ നാരായണായ നമഃ. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിഹ. തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണ നാരായണ അഖിലം ഞാൻ മറന്നുപോയി.
നാരായണായ നമ. കുറേ കാലം മുന്നേ പാടിയതാണ്. So yeah. So in the I will continue where we stopped with Smita Mataji. All glories to all the devotees who are present here. All glories to Damodar month. My humble obeisances to the feet of Lord Krishna. My humble obeisances to the mercy of Srila Prabhupada. So നമ്മുടെ സ്മിത മാതാജി പറഞ്ഞ പോലെ നമ്മുടെ ആയുസ് വളരെ അല്പായുസ്സാണ്. സോ ഇറ്റ്സ് എ വെരി ഷോർട്ട് ലൈഫ് വി ഹാവ്. സ്മിത മാതാജി പറഞ്ഞ പോലെ പ്രായേണ അല്പായുസ സഭ്യ കലൗ അസ്മിൻ യുഗേ ജന മന്ദാ സുമന്ദ മതയോ മന്ദഭാഗ്യ ഹി ഉപദ്രുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ഇസ് വെരി ഷോർട്ട് ഇൻ ദിസ് കലിയുഗം. ഷോർട്ട് ലൈഫ് മാത്രമല്ല, വി ആർ വെരി ക്വാറൽസം. നമ്മളെപ്പോഴും വഴക്കുണ്ടാക്കാനുള്ള ടെൻഡൻസി ആണ്. പിന്നെ നമ്മൾ ഭയങ്കര ലേസി ആയിരിക്കും. ഒന്നും ചെയ്യാൻ, ദാറ്റ് ഇസ് ചാന്റിങ് ചെയ്യാനോ ഭഗവത് സേവ ചെയ്യാനോ ഒന്നും നമുക്ക് എന്താ പറയാ ഒന്ന് എണീറ്റ് ഇതൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ ഭയങ്കര മടിച്ചിരിക്കും. പിന്നെ വി ആർ വെരി മിസ്ഗൈഡഡ് ബിക്കോസ് നമുക്ക് കുറെ കാര്യങ്ങൾ ഇങ്ങനെ യുനോ ഈ മായയിൽ നമ്മളിങ്ങനെ യുനോ ലോസ്റ്റ് ആയി പോകും. So we are misguided many times. You know, people will say, oh, you know, why don't you go to that club, or why don't you do this? You know, enjoy life. Is thiram oru pallaviyana ellarudem that, you know, oh, we have a short life, let us enjoy life. The enjoyment endanu maatrana ആർക്കും പറയാൻ പറ്റാത്ത, ബിക്കോസ് എന്ത് നമ്മൾ ചെയ്താലും അത് ഷോർട്ട് ലിവ്ഡ് ആണ്. ഷോർട്ട് ലൈഫ് മാത്രമല്ല, വാട്ട് എവർ വി ഡു ഇസ് ഷോർട്ട് ലിവ്ഡ് അതർ ദാൻ ഭഗവത് സേവ. പിന്നെ വി ആർ വെരി അൺലക്കി ബിക്കോസ് നമ്മളിപ്പം ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരെല്ലാവരും നമ്മള് സ്ലൈറ്റ്ലി വി ആർ ലക്കി ബിക്കോസ് വി ആർ അറ്റ്ലീസ്റ്റ് കമ്മിങ് ടു ജോയിൻ എവറിബഡി ഒരു സത്സംഗിലോട്ട് വരാണ്. ദാറ്റ് ഈസ് വി ആർ ലിറ്റിൽ ബിറ്റ് ലക്കി. ബട്ട് പൊതുവെ കലിയുഗത്തില് എല്ലാവരും അൺലക്കി ആണ്. പിന്നെ ഓഫ് കോഴ്സ് ഓൾ സെഡ് ആൻഡ് ഡൺ വി ആർ വെരി ഡിസ്റ്റർബ്ഡ്. എപ്പോഴും ഡിസ്റ്റർബ്ഡ് ആണ് നമ്മളിപ്പം. ഭഗവാന്റെ ഇപ്പൊ നോക്കൂ, ഞാനിപ്പോ പാട്ട് പാടുമ്പോ തന്നെ യുനോ പ്രോബ്ലി ആ ഒരു ഡിസ്റ്റർബൻസ് വന്ന കാരണം ഐ ലോസ്റ്റ് മൈ വേർഡ്സ്. സോ ദിസ് ഈസ് വെരി കോമൺ ഇൻ കലിയുഗം. സോ ഈ ജന്മം നമുക്ക് സുദുർലഭമായി കിട്ടുന്ന ഒരു കാര്യമാണ്. മനുഷ്യ ശരീരം കിട്ടിയിട്ട് അതാകട്ടെ അനിത്യവുമാണ്. കറക്റ്റ്. സോ വളരെ വേഗം നമുക്ക് ഭഗവത് പ്രാപ്തി കിട്ടാനായിട്ടാണ് നമ്മൾ പ്രയത്നിക്കേണ്ടത്. പക്ഷെ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് വി ഗെറ്റ് ലോസ്റ്റ്. നമ്മള് യുനോ പല കാര്യങ്ങൾ, കൊച്ചു കാര്യങ്ങൾ, വിഷയങ്ങളിലൊക്കെ നമ്മുടെ ശ്രദ്ധ പോവും അതിലൊക്കെ. എന്നിട്ട് വി ലൂസ് അവർ വേ, വി ലൂസ് അവർ ജേർണി. ജസ്റ്റ് ലൈക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് ഒരു ഫാമിലി ഇസ് കമ്മിങ് ഫ്രം അമേരിക്ക എന്ന് വിചാരിക്കുക. ഓക്കെ, ദേ കമ്മിങ് ഫോർ സേ ഒരു വെഡിങ്ങിന് വേണ്ടി വരികയാണ്. ബോംബെയിലാണ് വെഡിങ്. ബട്ട് ദേ കമ്മിങ് ടു ഗുരുവായൂർ ടെമ്പിൾ ടു സീ ഗുരുവായൂരപ്പൻ ഫോർ 1 day. ആ 1 day വന്നിട്ട് ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വെൻ ദേ ആർ വാക്കിംഗ് ടുവേർഡ്സ് ഗുരുവായൂർ ടെമ്പിൾ ഓൺ ദ 2 sides വാട്ട് ദേ സീ is that all glittering things, you know. നമ്മളും ഭയങ്കര, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്ന വഴിയിൽ എല്ലാം വാങ്ങിക്കണം നമുക്ക്. യുനോ കാസറ്റ്സ് വാങ്ങിക്കണം, CDs വാങ്ങിക്കണം, അവിടുത്തെ പൊട്ട് ചാന്ത് എല്ലാം വേണം. യുനോ ഈവൻ ദ ഡ്രസ്സസും എല്ലാം. നമ്മൾ ഭയങ്കരമായിട്ട് ലോസ്റ്റ് ആയി പോകും അതില്. സോ ദിസ് ഫാമിലി ഈസ് ബൈയിങ് എവറിഥിങ്. എല്ലാം ഇതിലിങ്ങനെ വാങ്ങിച്ചു പോകുമ്പോ ലാസ്റ്റ് അമ്പലത്തിൽ പോവാൻ നേരം ആവുമ്പോഴത്തേക്ക് അടച്ചു. ഓക്കെ, ആൻഡ് ദെൻ ഇറ്റ് ഇസ് ടൈം ഫോർ ദം ടു ഗോ ബാക്ക് ടു ദി എയർപോർട്ട്. ഇതാണ് നമ്മുടെയും സ്ഥിതി. what we do is we get lost in this life, you know. കുറേ കാര്യങ്ങൾ നമ്മൾ ഇൻവോൾവ് ആയി ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ശരിക്കും നമ്മൾ എന്തിനാണ് ഈ ജന്മം എടുത്തിരിക്കുന്നത് നമ്മളത് മറന്നുപോകും. we have come to see Krishna, പക്ഷേ we forget that, you know. So ഈ ഒരു ലെസൺ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം, that we have come here, this ജന്മം is for ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മള് എന്താണ് ഹാപ്പി ബർത്ത്ഡേ എപ്പോഴും പാടും. വി ആർ വെരി ഹാപ്പി ഓൺ അവർ ബർത്ത്ഡേ, റൈറ്റ്? പക്ഷെ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ നമുക്കൊരു ഡെത്ത് ഡേ ഉണ്ടെന്ന്? Because as and when we are celebrating a birthday, our life is getting shorter and shorter, actually. But if you remember that, oh, we are going to die even more faster now, then aarum celebrate cheyilla happy birthday. You know, it will be always happy death day we have to celebrate.
സോ ഭഗവത് സുഖത്തിനായി വേണ്ടിയാണ് നമ്മൾ പ്രയത്നിക്കേണ്ടത്. ആൻഡ് ലൈഫിന്റെ ഈ ജേർണി ഒരു കാട്ടിൽ പോകുന്ന പോലെയാണ് നമ്മുടെ ഈ ജേർണി, റൈറ്റ്? കാനനം എന്നാണ് പറയാ. Even Ramayanathilu we know that Aranya Kandam എന്നാണ്. Aranya is actually കാട്ട്, ഫോറസ്റ്റ്. ഈ ലൈഫ് തന്നെ അങ്ങനെയാണ്. ബിക്കോസ് നമ്മള് ഇതില് എന്താണ് കാമ, ക്രോധ, മോഹ, മതമാത്സര്യങ്ങള് എല്ലാം ഇതൊക്കെ ഒരു ക്രൂര മൃഗങ്ങൾ പോലെയാണ്, നമ്മളെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് വി ഹാവ് ടു റെസിസ്റ്റ് ഇറ്റ്. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ നമ്മുടെ ജീവിതം അങ്ങനെ പോവും, വേസ്റ്റ് ആയി പോവും. സോ ടു പ്രൊട്ടക്ട് ദിസ് ശ്രീമദ് ഭാഗവതം ആൻഡ് ഭഗവത്ഗീത ആണ് ഇതിന്റെ. പിന്നെ നമ്മുടെ ഒരു പെർട്ടിക്കുലർ നേച്ചർ, കലിയുഗത്തിലെ ആൾക്കാരുടെ പെർട്ടിക്കുലർ നേച്ചർ എന്താന്ന് വെച്ചാൽ ഞാൻ എല്ലാം കറക്റ്റ് ആണ്, ഓക്കെ, ബാക്കി എല്ലാവരും ചെയ്യുന്നതാണ് കുറ്റങ്ങളും, അവരുടെ കുറ്റങ്ങൾ, ഇവര് ശരിയല്ല, ഇവര് നോക്കാതെ ഇത് ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് ശരിയല്ല, അല്ലെങ്കിൽ ഇവര് പാട്ട് പാടിയത് ശരിയല്ല, അല്ലെങ്കിൽ വാട്ട് എവർ, എന്ത് സ്റ്റുപ്പിഡിറ്റി ആണെങ്കിലും നമ്മളത് കണ്ടുപിടിക്കും. എല്ലാവർക്കും കുറ്റങ്ങളാണ്. So there is one saying like amantaram aksharam nasti moolam anaushadam ayogya purusham nasti yojaka tatra durlabha എന്നാണ് പറയാ. That is amantaram aksharam nasti. എല്ലാ അക്ഷരത്തിലും ഒരു മന്ത്രം ഒളിച്ചിരിക്കുന്നുണ്ട്. അതേപോലെ എല്ലാ ചെടികളിലും ഒരു ഔഷധം ഉണ്ട്. സോ അതേപോലെ ഓരോ അയോഗ്യ പുരുഷനിലും, ഓരോ കലിയുഗത്തിലെ അയോഗ്യ പുരുഷനിലും ഒരു യോഗ്യത ഉണ്ടാവും. Let us find out that yogyada, correct? Instead of finding fault in others, let us find the good things in others and extract that goodness from that person and bring him to Krishna consciousness. Come, let's do this Damodar Ashtagam. Let us, pray together. Get 2-3 more friends with you for satsangs. idu nammal cheyanam. We have to get that goodness from people. This is very important because nammal maatralla rakshapadendadu. We need our fellow people also too. There is an example I'll tell you. Okay, there was one man, okay, ആള് ഡോക്ടറെടുത്ത് പോയി. എന്നിട്ട് ഡോക്ടറെടുത്ത് പറഞ്ഞു ദാറ്റ് ഡോക്ടർ എന്റെ ഭാര്യയ്ക്ക് ചെവിക്ക് കേൾവി കുറവാണ്, സോ പ്ലീസ് ഹെൽപ്പ് മീ. അപ്പൊ ഡോക്ടർ ചോദിച്ചു എത്ര ഡിഗ്രി കുറവാണെന്ന് ചോദിച്ചു. അപ്പൊ അതെനിക്ക് അറിയില്ല, എനിക്ക് കുറവാണെന്ന് എനിക്ക് അറിയാം, പക്ഷെ ഐ ഡോണ്ട് നോ വിച്ച് ലെവൽ ഷീ ഈസ്. അപ്പൊ ഡോക്ടർ ഒരു ഇത് പറയും ദാറ്റ് ഓക്കെ പ്ലീസ് ഗോ ബാക്ക് ഹോം, എന്നിട്ട് നിങ്ങൾ വീടിന്റെ പുറത്ത് നിന്നിട്ട് നിങ്ങൾ അവര് പേര് വിളിക്കൂ. അവരത് കേൾക്കുന്നുണ്ടെങ്കിൽ ഷീ ഈസ് പെർഫെക്റ്റ്ലി ഹിയറിംഗ്. അതല്ലെങ്കിൽ യു ഗോ ലിറ്റിൽ മോർ ക്ലോസർ ഇൻസൈഡ് ദ ഹൗസ് ആൻഡ് കോൾ. അതും കേൾക്കുന്നില്ലെങ്കിൽ കുറച്ചുകൂടെ അടുത്ത് പോവാ. അപ്പൊ ഹി സെഡ് ഓക്കെ ഐ വിൽ ഗോ ട്രൈ. ആൻഡ് ഏത് ലെവലിലാണെന്ന് ഞങ്ങൾ ഡോക്ടറെ അടുത്ത് വന്ന് പറയാന്ന് പറഞ്ഞു. അപ്പൊ ഹി വെന്റ് ഹാപ്പിലി ഹോം ടു ഫൈൻഡ് വിച്ച് ലെവൽ ഹിസ് വൈഫ് ഇസ് നോട്ട് ഹിയറിംഗ്. അങ്ങനെ വീടിന്റെ പുറത്ത് വന്നിട്ട് അവിടെ നിന്നിട്ട് ഹി സെഡ് ശാരദ എന്ന് വിളിക്കുന്നുണ്ട്, പക്ഷെ ഒരു അനക്കില്ല. Again he goes inside the house and again he calls her name Sharada, appulum anakilla. Finally he goes and she's in the kitchen avada poite chevide avada vanditte he says Sharada. She just gets so angry, she turns back and she says enda manusha njan itre nerayittu njan moolunundu ningal enda kekatha. So that means problem was with him, not with her. She was hearing it, but he has ear problem, but he is going and finding fault in her. This is what we are, we find fault in others, so let us not do that. Let us find the goodness in others, bring them also, into Krishna consciousness and help everybody. So let us start practicing all this from this month onwards, Damodar month. It's a very beautiful month to start such an auspicious thing. So nammal sadhana regularly cheya, practice cheya, and we may find it a little difficult in the beginning. എല്ലാം ഈസി അല്ലല്ലോ, നമുക്ക് എത്ര ഗ്രേറ്റ് തിങ്സ് കിട്ടാനോ നമ്മൾ ഒന്ന് പ്രയത്നിക്കണം, കുറച്ചൊന്ന് ഡിഫിക്കൽട്ടിയാണ്. ഞാൻ രാമകൃഷ്ണ പ്രഭുവിന്റെ ക്ലാസ്, അപ്പൊ ഞാൻ ആസ് ഐ സെഡ് ഇസ്കോണില് ചെറിയ 8th സ്റ്റാൻഡേർഡ് മുതലേ പോകുന്നുണ്ട്. പക്ഷെ ആഫ്റ്റർ ഐ ഗോട്ട് മാരിഡ് ദെൻ ഐ ടുക്ക് എ ബ്രേക്ക് ആൻഡ് ഓൾ. ഐ യൂസ് ടു നോട്ട് ഗോ റെഗുലർലി ഫോർ ക്ലാസ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മണിലാൽ പ്രഭു ഞാനും ഒക്കെ ഞങ്ങള് രാമകൃഷ്ണ പ്രഭുവിന്റെ ക്ലാസ്സസിന് പോവാറുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോ ഞാനും എന്റെ ഹസ്ബൻഡും ആണ് പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ കുട്ടികളെ കൊണ്ടുപോകില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ കുട്ടികൾ നോയ്സ് ഉണ്ടാക്കുവാറ്, ചെറിയ കുട്ടികളാണ്, അപ്പം ദേ വിൽ മേക്ക് നോയ്സ് ആൻഡ് ദേ വിൽ ഡിസ്റ്റർബ് ദ ക്ലാസ്. അപ്പൊ ഞാൻ വീട്ടില് എന്റെ അച്ഛനും ചേച്ചിയും മെയ്ഡും ഒക്കെ ഉണ്ട്, അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ പോകും. അപ്പൊ രാമകൃഷ്ണ പ്രഭു ആണ് എന്റെ അടുത്ത് പറഞ്ഞ എന്താ മാതാജി കുട്ടികളെ കൊണ്ടുവരാത്ത? അപ്പൊ ഞാൻ ഡിസ്റ്റർബൻസ് ആവും. അപ്പൊ പറഞ്ഞു no, you should not do that, bring them here, they will learn how it is, and അത് പറഞ്ഞ പോലെ തന്നെ we used to take the kids there. Slowly they started understanding we have to sit discipline ആയിട്ട്, we have to start chanting. അവരെ കൊണ്ട് പ്രഭു will make them do the first this thing, ശ്ലോകം പറയുക അല്ലെങ്കിൽ നരസിംഹ കീർത്തനം ചൊല്ല, എന്നിട്ടാണ് ക്ലാസ് എടുക്കുക. So this became a routine
and they started understanding. And this is very simple, actually, but it's nothing to be complicated. So anyway, thank you for letting me talk. Hare Krishna. Hare Krishna. Thank you. ചെറിയ സമയം കൊണ്ട് വളരെ വലിയ വിശേഷങ്ങൾ പറഞ്ഞു. എവിടെയോ ഏറി എക്കോ വരുന്നു. ഓക്കെ, പ്രഭച്ചേട്ടാ അവിടുത്തെ ഒരു മൊബൈൽ ഒന്ന് മ്യൂട്ട് ചെയ്യൂ. ഓക്കെ, ഹരേ കൃഷ്ണ. പ്രഭച്ചേട്ടാ ഓക്കെ, ഹരേ കൃഷ്ണ. ഇപ്പം വളരെ ചെറിയ സമയം കൊണ്ട് ഒരുപാട് കാര്യം പറഞ്ഞു. ഒന്ന്, മറ്റുള്ളവരുടെ നെഗറ്റീവിന് പകരം പോസിറ്റീവ് എടുക്കാൻ. പ്രഭുപാദര് അതാണ് ചെയ്തത്. അമേരിക്കയിൽ പോയപ്പോൾ ഫുള്ള് ഹിപ്പികൾ, ആ ഹിപ്പികളുടെ നടുക്കിരുന്ന് മദ്യപാനികള്, മദ്യാസക്തിയുള്ളവര്, ലഹരി പാനീയങ്ങൾ ഉപയോഗിക്കുന്നവര്, പ്രഭുപാദര് ഒന്നും ശ്രദ്ധിക്കാതെ അവരുടെ മധ്യത്തിരുന്ന് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുകയും നിവേദിക്കുകയും അദ്ദേഹത്തിന് നിവേദിക്കുന്ന, അദ്ദേഹം ഉണ്ടാക്കുന്ന നിവേദ്യത്തിന്റെ പങ്ക് അവർക്ക് കൊടുക്കുകയും ചെയ്തു. പിൽക്കാലത്ത് രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടുത്തെ എല്ലാ ലഹരി ഉപയോഗിക്കുന്ന എല്ലാ ചെറുപ്പക്കാരും പ്രഭുപാദരുടെ കൂടെ കൂടുകയും ഈ ലഹരി ഉപേക്ഷിക്കുകയും ചെയ്തു. അന്നത്തെ പത്രത്തിന് ന്യൂയോർക്ക് ടൈംസിലൊക്കെ വന്നിട്ടുണ്ട്. ഗവൺമെന്റ് ആയിരക്കണക്കിന് ഡോളറാണ് ചെലവഴിച്ചത് ഇവരുടെ ലഹരി ആസക്തി ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നടന്നില്ല, വിജയിച്ചില്ല. പ്രഭുപാദരുടെ ഒറ്റ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം കൊണ്ട്, ആ നിവേദ്യ ഭക്ഷണം കൊണ്ട്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ പറയുന്നത് പ്രസാദേ സർവ ദുഃഖാനാം, പ്രസാദം കൊണ്ട് മാത്രം എല്ലാ പ്രയാസങ്ങളും എല്ലാ ദുശീലങ്ങളും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഹരേ കൃഷ്ണ. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണ എന്നുള്ള മന്ത്രജപം തീരാത്ത സംസ്കൃതി വിഷം തീരുമെന്നറിയുക, മാളോകരേ ജപതു നാരായണായ നമ. ചിപ്പമാതാജി പാടിയ ആദ്യത്തെ 2 വരികളാണ് നാരായണ. ഹരേ കൃഷ്ണ. തീർച്ചയായിട്ടും നമ്മള് കാർത്തിക മാസത്തിന്റെ അടുത്ത സന്ദേശത്തിന് മുമ്പായിട്ട് അച്ചു റെഡിയാണോ അവിടെ? ഹരേ കൃഷ്ണ. Our line I think is like Narayanaya Nama, Narayanaya Nama, Narayanaya Nama, Narayana, Narayana, Sakala Santapanashana, Jagannatha Vishnu Hari, Narayanaya Nama. Okay, Hare Krishna, got it. Hare Krishna, correct. ഇവിടെ എല്ലാം റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നു ഭഗവാനെ വിളിക്കാൻ. നമ്മൾ മാത്രം വിളിക്കുന്നില്ല, പാശ്ചാത്യരെല്ലാം വിളിക്കുന്നുണ്ട്. പാശ്ചാത്യര് ഭഗവാനെ തേടി ഭാരതത്തിൽ വരുന്നുണ്ട്, ഭാരതീയത തേടി വരുന്നുണ്ട്. എന്താണ് ആശഭാരത സംസ്കാരം, എന്താണ് ധർമ്മം, എല്ലാം പഠിക്കുന്നുണ്ട്. എന്നിട്ട് അവരിൽ നിന്ന് നമ്മൾ ഭാഗവതവും ഭഗവത്ഗീതയും പഠിക്കുന്നു. ഞങ്ങളുടെ എല്ലാം ശിക്ഷാഗുരു അമേരിക്കൻ സന്യാസിയാണ്. പക്ഷേ ആ അമേരിക്കൻ സന്യാസി ജയപതാകസ്വാമി എന്ന് പറയും. ആ ജയപതാകസ്വാമി എന്താണ് പഠിപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ യൂറോപ്യൻ സ്ക്രിപ്ചർ അല്ല. അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ചത് ഭാരതത്തിലുണ്ടായ ശ്രീമദ് മഹാഭാഗവതം, ഭാരതത്തിലുണ്ടായ ഭഗവത്ഗീത. അതാണ് വ്യത്യാസം. ഹരേ കൃഷ്ണ. അച്ചു റെഡിയല്ലേ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രേയ, സ്നേഹ രണ്ടുപേരും റെഡി ആയിരിക്കുക. ഓക്കെ, ഹരേ കൃഷ്ണ.
ललिता सखी गुण रमिता विशाखे 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 राधे जय जय राधे जय जय माधव नाम पुरमयि करुणा भरीते करुणा पुरमयि करुणा भरीते नाम पुरमयि करुणा भरीते करुणा पुरमयि करुणा भरीते जनक सनतन वर्णित चरिते सनक सनतन वर्णित चरिते राधे जय जय राधे जय जय माधवैते राधे जय जय राधे जय जय तरुणी मंगलमहिते राधे जय जय राधे जय जय माधवैते ഹരേ കൃഷ്ണ. താങ്ക് യു. രാധേ ജയ ജയ മാധവ ജയതി. അത്ര വളരെ മനോഹരമാണ്. നമ്മൾ അങ്ങനെയും ഇരുന്നു പോകും. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നമ്മൾ മറക്കും, നമ്മുടെ എല്ലാ ചിന്തകളും മറക്കും. ഹരേ കൃഷ്ണ. അടുത്ത കീർത്തനവുമായിട്ട് ശ്രേയ വരും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രേയയെ ഞാന് വളരെ കുട്ടിനാളിൽ കാണുന്നു. കുട്ടിനാളിലെ ഭഗവത്ഗീത യഥാരൂപം വായിക്കുകയും അതുപോലെ തന്നെ നല്ലതുപോലെ നൃത്തം ചവിട്ടും, നല്ലതുപോലെ പാടും. ഇപ്പം ഏകദേശം കുറച്ച് എത്ര വർഷമായി ഇവിടുന്ന് പഠിക്കാൻ പോയിട്ട്? 2.5 വർഷം. 2.5 വർഷം. ഇപ്പൊ എന്താ പഠിക്കുന്നത്? എന്തോ? CA ആണ് പഠിക്കുന്നത്. CA ആണ് പഠിക്കുന്നത്. എവിടെയാണ് ഇപ്പൊ പഠിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത് എല്ലാവരും കൂടെ. ഓക്കെ. അപ്പം വേറൊരു കാര്യം, ഈ അടുത്ത ഇടയ്ക്ക് ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നല്ലേ? എന്താണ്, കേദാർനാഥ് എന്നുള്ള സിനിമയിലെ ആ പാട്ട്, അത് ആ സിനിമയിലെ പാട്ടാണ് പാടിയതല്ലേ? അതിനകത്ത് ഓൺലൈൻ ഒരു കോമ്പറ്റീഷന് പങ്കെടുക്കുകയും സെക്കൻഡ് പ്രൈസ് കിട്ടുകയും ചെയ്തു. അപ്പൊ ഇന്ന് പാടണമെന്ന് പറഞ്ഞപ്പം എന്റെ തൊണ്ടയൊന്നും ശരിയല്ല എന്ന് ഇങ്ങനെ ഭഗവാൻ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. ശ്രേയ പാടൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരു മിനിറ്റ്, അത് രണ്ടെണ്ണത്തിന്റെയും കൂടെ സൗണ്ട് വരുന്നു. സോറി, അതാണ് അപ്പുറത്തെ ലാപ്ടോപ്പിന്റെ ഈ മൊബൈലിന്റെ കൂടെ. അപ്പൊ അവർക്ക് അത് ബുദ്ധിമുട്ട്. ഭഗവാനെ വിചാരിച്ചങ്ങ് പാടിയാൽ മതി, കുഴപ്പമില്ല, ഞാൻ പിടിച്ചിട്ടു. കൈ തൊഴുന്നേൻ കൃഷ്ണ
കാരുണ്യവാരിധേ കൈതവമെല്ലാം അകറ്റിടണേ. കൈ തൊഴുന്നേൻ കൃഷ്ണ കാരുണ്യവാരിധേ കൈതവമെല്ലാം അകറ്റിടണേ. കൈ തൊഴുന്നേൻ കൃഷ്ണ കാരുണ്യവാരിധേ കൈതവമെല്ലാം അകറ്റിടണേ. കൈ തൊഴുന്നേൻ കൃഷ്ണ കാരുണ്യവാരിധേ കൈതവമെല്ലാം അകറ്റിടണേ. കണ്ടിടുവാൻ കൃപ ഏകുക കൃഷ്ണ കഞ്ചദളായ തലോചനനേ. കണ്ടിടുവാൻ കൃപ ഏകുക കൃഷ്ണ കഞ്ചദളായ തലോചനനേ. കൈ തൊഴുന്നേൻ കൃഷ്ണ കാരുണ്യവാരിധേ കൈതവമെല്ലാം അകറ്റിടണേ. കായാമ്പുമണിവർണ്ണ കോമള ശ്രീകൃഷ്ണ കാളുമൻ മാനസം ദേവാ. 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 വാരിജനേത്രാണി പോരുവാനെന്തിത്ര താമസമേറുന്നു ദേവാ. വാരിജനേത്രാണി പോരുവാനെന്തിത്ര താമസമേറുന്നു ദേവാ. കൈ തൊഴുന്നേൻ കൃഷ്ണ കാരുണ്യവാരിധേ കൈതവമെല്ലാം അകറ്റിടണേ. മോഹം വളരുന്നു മോഹനരൂപാനിൻ ശോഭനഗാനം നുകർന്നിടുവാൻ. 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 നെഞ്ചകം തിങ്ങുന്ന സഞ്ചിതഭാരം ആ സുന്ദരരാഗത്തിൽ ചേർത്തിടട്ടെ. നെഞ്ചകം തിങ്ങുന്ന സഞ്ചിതഭാരം ആ സുന്ദരരാഗത്തിൽ ചേർത്തിടട്ടെ. കൈ തൊഴുന്നേൻ കൃഷ്ണ കാരുണ്യവാരിധേ കൈതവമെല്ലാം അകറ്റിടണേ. കണ്ടിടുവാൻ കൃപ ഏകുക കൃഷ്ണ കഞ്ചദളായ തലോചനനേ. കൈ തൊഴുന്നേൻ കൃഷ്ണ കാരുണ്യവാരിധേ കൈതവമെല്ലാം അകറ്റിടണേ. കൈതവമെല്ലാം അകറ്റിടണേ. കൈതവമെല്ലാം അകറ്റിടണേ. ഹരേ കൃഷ്ണ. കേൾക്കുന്നില്ല. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. താങ്ക് യു, താങ്ക് യു. വളരെ മനോഹരമായിരുന്നു, വളരെ മനോഹരമായിരുന്നു. ഭഗവാന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ എല്ലാ പ്രയാസങ്ങളും അകറ്റിടും. അത് പ്രൂവ്ഡാണ്. എൻ്റെ അച്ഛൻ പലപ്പോഴും ചെറുപ്പ സമയത്ത് പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് 1979-80 ആ കാലഘട്ടത്തിൽ പറയുന്നതാണ്. അതെ, 77-80
അന്നൊക്കെ കഥാപ്രസംഗമൊക്കെ എന്ന് പറഞ്ഞാൽ കത്തിജ്വലിക്കുന്ന കാലഘട്ടമാണ്. ഒരു ദിവസം 2-3 പ്രോഗ്രാം ഒരേ രാത്രിയിലുണ്ട്. പകല് സ്കൂളിൽ പോകണം, പകല് സ്കൂളിൽ പോയിട്ട് വേണം, വൈകിട്ട് വന്നിട്ട് വേണം ഈ 3 പ്രോഗ്രാം ത്രൂ ഔട്ട് ഉറക്കം ഒഴിക്കണം. സ്റ്റേജിൽ ചില സമയത്ത് ചിലരോട് ഇപ്പം പറഞ്ഞു വന്നത്, സ്റ്റേജില് ഞാൻ ചില സമയത്ത് എന്നെ കുഞ്ഞുനാൾ മുതലേ കൂടെ കൊണ്ടുപോകുമായിരുന്നു. ശില്പ മാതാജി പറഞ്ഞതിന്റെ തൊട്ട് കൊച്ചുങ്ങളെയും കൂടെ കൊണ്ടു നടക്കണം. ഇതിലെല്ലാം കാര്യങ്ങൾ അവർ പഠിക്കണം, ആത്മീയമായി എന്താണ് ചെയ്യുന്നത് പഠിക്കണം. അച്ഛൻ കേരളത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും സന്ദർശിക്കാനുള്ള ഒരു അനുഗ്രഹം എൻ്റെ അച്ഛനുണ്ടായിരുന്നു. അപ്പം ആ സ്റ്റേജിൽ നിൽക്കുന്ന ചില സ്റ്റേജുകളിൽ കാറ്റ് ഓപ്പോസിറ്റ് അടിക്കും, തണുത്ത കാറ്റായിരിക്കും. പിറ്റേന്ന് മൂക്കടഞ്ഞ് ജലദോഷം സംഭവിച്ച് പകല് സ്കൂളിലും പോകണം, വൈകിട്ട് തിരിച്ച് പ്രോഗ്രാമിന് പോകാൻ പറ്റുമോ എന്നുള്ള കണ്ടീഷൻ. അതായത് ആരോഗ്യം മൊത്തം പ്രശ്നം ഉണ്ടാവും, വളരെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. പക്ഷെ വൈകിട്ട് കുളിച്ചിട്ട് ഭഗവാന്റെ അടുത്ത് അങ്ങോട്ട് ചെല്ലും. കൃഷ്ണ, ഒരൊറ്റ വിളി മാത്രമേ അച്ഛൻ വിളിക്കാറുള്ളൂ, കൃഷ്ണ എന്ന് വിളിച്ചിട്ട് ഒരു ചന്ദനം തൊട്ട് അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ആ സ്റ്റേജിൽ അടുത്ത 3 കഥ ഓടണം അന്നത്തെ ദിവസം. ആ എനർജി കണ്ടു കഴിഞ്ഞാൽ അത് ഭഗവാൻ തീർച്ചയായിട്ടും കൊടുത്തതാണ്. അല്ലാതെ ആ ദുർബല ശരീരത്തിൽ പിന്നീട് ഒരു എനർജി ഇല്ല. അത്രയ്ക്ക് ക്ഷീണിച്ചിട്ടായിരിക്കും വരുന്നത്. ജലദോഷവും മൂക്കടപ്പും എല്ലാം വന്നിട്ട് കഫവും എല്ലാം വന്നിട്ടാണ് പോകുന്നത്. പക്ഷേ ആ 3 കഥകൾ എന്ന് പറഞ്ഞാൽ 3x2.5 hours 6.5 മണിക്കൂറാണ് ഒരു ദിവസം, ഒരു രാത്രി. അന്നൊന്നും അതിൻ്റെതായ ഒരു ഡെപ്ത് നമുക്ക് അറിയത്തില്ല. ഇപ്പോഴാണ് അത് മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും ഭഗവാൻ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഹരേ കൃഷ്ണ. പ്രഭച്ചേട്ട എന്തെങ്കിലും പറയാനുണ്ടോ? മെസ്സേജ് പ്രഭച്ചേട്ട കേൾക്കുന്നുണ്ടോ? ഓക്കെ, പ്രഭചേട്ടൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പായിട്ട് വീണ്ടും സ്നേഹ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓക്കെ.
Shri Nandanandana Bhaya Charanara Vindare. Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare. Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare. Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. താങ്ക് യു, താങ്ക് യു. ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിനുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അങ്ങനെ ഇരുന്നു എല്ലാ വിഷമങ്ങളും മറക്കും. അത് തന്നെയാണ് ഭഗവാനും. അതുകൊണ്ടാണ് എപ്പോഴും ഒരു ഫ്രൂട്ടും എടുത്ത് ഞാൻ ചിരിച്ചുകൊണ്ടേയിരിക്കും. ഒന്നും ഭഗവാനെ ഏക്കില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചിരിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ അതിനൊരു സൊല്യൂഷനും ഉണ്ട്. സൊല്യൂഷൻ തരുന്നതും ചിരിച്ചുകൊണ്ടായിരിക്കും. ഒരിക്കലും ദേഷ്യപ്പെടത്തില്ല. അതാണ് ഭഗവാൻ. ഹരേ കൃഷ്ണ. അപ്പം ഞാൻ ഒരാളോട് മാത്രം ഞാൻ സംസാരിച്ചിട്ടില്ല, എനിക്ക് പരിചയമില്ല. അഞ്ജലി മണിജി, ഹരേ കൃഷ്ണ, നമസ്തേ. എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ ഈ കാർത്തിക മാസത്തില്? ഹരേ കൃഷ്ണ. അഞ്ജലി മോളുടെ പേരാട്ടോ. എന്റെ പേര് സുനിത. സുനിത, ഓക്കെ. ഹരേ കൃഷ്ണ. ശ്രീജയുടെ ഫ്രണ്ടാണ്. ഹരേ കൃഷ്ണ. ഇന്ന് രാവിലെയാണ് അറിഞ്ഞത്. അപ്പൊ ഒന്ന് കയറി പ്രാർത്ഥിക്കാന്ന് വിചാരിച്ചു. പിന്നെ എല്ലാവരും നമ്മളെല്ലാം കൃഷ്ണ ഭക്തർ തന്നെയാണല്ലോ. ഞങ്ങള് എസ്പെഷ്യലി ഞങ്ങള് തൃശ്ശൂരുമാണ്. അപ്പൊ പിന്നെ ഗുരുവായൂരപ്പനായിട്ട് ഇത്തിരി അടുത്ത കണക്ഷനാണ്. വേറെ മെസ്സേജ് ആയിട്ടൊന്നുമില്ല. വളരെ സന്തോഷം ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റിയാല്. അയ്യോ, അത്ര ഹരേ രാമ ഹരേ കൃഷ്ണ അത്ര തന്നെ പാടാനുള്ള കഴിവൊന്നുമില്ല. ഭഗവാൻ എപ്പോഴും ഭാവഗ്രാഹിയാണ്. അവിടെ ഒരിക്കലും ഭഗവാൻ ഇമ്പമോ രാഗമോ ഒന്നും നോക്കാറില്ല. അതുകൊണ്ടാണ് പത്മനാഭോ മരപ്രഭോ എന്ന് പറയുമ്പോൾ ഏത് രാജാവാണ്? മാനവേന്ദ്രൻ രാജാവോ? ചോദിക്കും ഇല്ലേ, എനിക്ക് അത് ഓർമ്മ വരുന്നില്ല. പക്ഷേ പട്ടതിരിപ്പാടാണല്ലേ പറയുന്നത്. അപ്പൊ എന്റെ പ്രഭു മരവുമാണ്, ഞാൻ മരവുമാണ് എന്ന് ഭഗവാൻ അവിടെ പറയുന്നുണ്ട്. ഞാൻ അമരപ്രഭു എന്ന് പറയുന്നതിന് തെറ്റിപ്പോയി. മരപ്രഭു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മരപ്രഭുവും കൂടിയാണ്. അപ്പം ഭഗവാൻ നാവിൽ നിന്ന് വരുന്നത് എന്താണെന്നല്ല ഭഗവാൻ ചിന്തിക്കുന്നത്. എന്താണ് എൻ്റെ ഭക്തൻ മനസ്സിൽ ചിന്തിച്ചിരിക്കുന്നത് എന്നെ പറ്റി, അതാണ് ഭഗവാൻ അവിടെ അക്സെപ്റ്റ് ചെയ്യുന്നത്. അതാണ് ഭഗവാന്റെ ക്വാളിറ്റി. അതുകൊണ്ടാണ് ഭഗവാൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണനാണ് ഭഗവാൻ എന്ന് പറയുകയും ചെയ്യും. ഹരേ കൃഷ്ണ.
അഹം സർവസ്യ പ്രഭോ മത്തക സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ബുധാഭാവ സമന്വിതാഹ. ഈ ആധ്യാത്മിക ഭൗതിക ലോകങ്ങളുടെ ഉറവിടം ഞാനാണ് എന്ന് അറിയുന്ന ബുദ്ധിമാന്മാർ എന്റെ അടുത്ത് വരും. ഹരേ കൃഷ്ണ. പ്രഭചേട്ട, ഹരേ കൃഷ്ണ. എന്തെങ്കിലും മെസ്സേജസ്? നമ്മൾ എല്ലാ വർഷവും ഇതേ സമയം കാണുന്നതാണ്. ഹരേ കൃഷ്ണ. പ്രഭചേട്ടൻ പറയുന്നേ എന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും ഞാൻ പറഞ്ഞാൽ മതി. മതിയോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ, ഹരേ കൃഷ്ണ. ഞാൻ എന്താ പറയേണ്ടത് എനിക്കറിയില്ല ഭഗവാൻ. എനിക്ക് പറയാൻ തുടങ്ങി ഒരുപാട് അനുഭവങ്ങളൊക്കെ. ഒരു മൊബൈൽ ഒന്ന് മ്യൂട്ട് ചെയ്യുമോ? ആ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഭഗവാന്റെ അടുത്ത് ഫോക്കസ് ചെയ്തിരിക്കുന്നത് മ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഞാൻ മ്യൂട്ട് ചെയ്തോളാം. ഓക്കെ, ശരി. ഓക്കെ, ഇപ്പൊ പറഞ്ഞോളൂ. അത് ഞാൻ മ്യൂട്ട് ചെയ്തു. ഓക്കെ, പറഞ്ഞോളൂ. ഓക്കെ, റെഡിയായി. ഓക്കെ. പറയാനാണെങ്കിൽ ഈ ഭഗവത്ഗീത കുട്ടികളെ പഠിപ്പിക്കാൻ, ഭഗവത്ഗീത ചാൻഡ് ചെയ്യാൻ കുട്ടികളെ പഠിപ്പിക്കാൻ എനിക്കൊരു ചാൻസ് കിട്ടി ഒരു 10 വർഷം മുമ്പേ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അങ്ങനെ ഭഗവത്ഗീത എന്താണെന്ന് എനിക്ക് അറിയില്ല. അത് കുട്ടികളെ ചാൻഡ് ചെയ്യാൻ പക്ഷെ എന്നെ ഭഗവാൻ നിയോഗിച്ചു. അത് വലിയൊരു അവസരമായിരുന്നു എന്ന് എനിക്ക് അത് ഇന്ന് മനസ്സിലാകുന്നു. ഇപ്പൊ മാത്രമാണ് അത് മനസ്സിലായി വരുന്നത്. എനിക്ക് അങ്ങനെ ഒരു യോഗം ഉണ്ടായി. അന്ന് ഈ ചിന്മയ മിഷന്റെ കോമ്പറ്റീഷന് വേണ്ടി പിള്ളേരെ തയ്യാറാക്കുന്ന ഒരു ജോലിയായിരുന്നു എനിക്ക്. അപ്പൊ അത് ഞാൻ അങ്ങനെ കുട്ടികൾക്ക് ഗീതാ ചാൻഡിങ്ങിന് പ്രൈസ് കൊടുക്കുമ്പോൾ അവര് ടീച്ചേഴ്സിനും കൊടുക്കാറുണ്ട്. അങ്ങനെ ഞാനും 2-3 വർഷം പ്രൈസ് ഒക്കെ വാങ്ങിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ മനസ്സിൽ എനിക്കിങ്ങനെ ഒരു ജാള്യത വന്നു. ഞാനിങ്ങനെ ഭഗവത്ഗീത ടീച്ചർ എന്നുള്ള ഒരു ലേബലിൽ പോയി ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ എനിക്ക് എന്ത് ഭഗവത്ഗീത അറിയാം, എന്താണ് എനിക്ക് ഭഗവത്ഗീതയെ കുറിച്ച് എന്തെങ്കിലും നോളജ് ഉണ്ടോ? ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ഒരു നോളജും ഇല്ല, ജസ്റ്റ് ചാൻഡ് ചെയ്യാൻ മാത്രം അറിയാം. അതും എങ്ങനെയൊക്കെയോ അത് ഭഗവാന്റെ കൃപ കൊണ്ട്. അപ്പം അങ്ങനെയാണ് ഇതെനിക്ക് അറിയണം എന്നുള്ള ഒരു മോഹം തോന്നിയത് തന്നെ സുഹൃതം ആണല്ലോ. ഞാൻ പറയാതെ തന്നെ അറിയാം. തീർച്ചയായും. അത് അറിയണമെന്ന് തോന്നിയ ആ ഒരു ഇതാണ് എന്റെ ജീവിതത്തിലെ മഹാഭാഗ്യം. ഇത് എനിക്ക് പഠിച്ചാൽ മനസ്സിലാകത്തില്ല എന്നൊക്കെ എനിക്ക് തോന്നിയ തുടക്കത്തിൽ ഞാനൊരു സ്വാമിയുടെ പ്രഭാഷണം കേട്ടു തുടങ്ങി. എനിക്കത് കുറെയൊക്കെ മനസ്സിലായ കാര്യങ്ങൾ. പിന്നെ അത് ഇൻട്രസ്റ്റ് പോകും. അങ്ങനെ പിന്നെ വീണ്ടും അങ്ങനെ ഇടയ്ക്ക് വീണ്ടും നല്ല സമയം വരുമ്പോൾ ഞാൻ ചെയ്യും, വീണ്ടും ഇൻട്രസ്റ്റ് പോകും. ഞാൻ വളരെ ലോ ലെവലിലോട്ട് തന്നെ എന്റെ ഒരു ചിന്താഗതി താഴ്ന്നു പോയിട്ടുണ്ട്. എനിക്ക് ഓപ്പണായിട്ട് പറയുന്നത് കൊണ്ട് അത് കുഴപ്പമില്ല. അങ്ങനെ പോയി എന്താണ് ഭഗവാനെ ഇതിങ്ങനെ എന്ന് ഞാൻ പലപ്പോഴും ഭഗവാനോട് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഈ സൂം പ്രയർ സമയത്താണ് എന്റെ ഹസ്ബൻഡിന് വന്നത്. കോവിഡ് വന്നിരുന്നു. ഈ സൂം പ്രയർ അല്ല, സോറി, ഞാൻ ഈ കോവിഡ് തുടങ്ങിയ സമയത്ത് തന്നെ വന്നു. ആ സമയം വരെ ഉള്ളായിരുന്നു എന്റെ ഒരു എന്താ പറയാ എന്റെ ജീവിതത്തിൽ സ്ട്രഗിൾ എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുവരെ ഭഗവാൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പരീക്ഷണങ്ങളെന്ന് എനിക്ക് പറയാമെന്ന് അറിയില്ല. ഒരുപാട് മനസ്സിൽ ലോയിലോട്ടും പോയിട്ടുണ്ട്, ഹയർ ലെവലിലോട്ടും വന്നിട്ടുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ വരുന്നതാണ്. പക്ഷെ എനിക്കത് താങ്ങാൻ പറ്റാവുന്നതിനപ്പുറമായിരുന്നു ആ ഒരു ഡാർക്ക്നെസ് എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കോവിഡ് വന്നപ്പോഴത്തേക്ക് മോളുടെ ഹോസ്റ്റലിൽ 2 പേർക്ക് കോവിഡ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആകെ ടെൻഷൻ അടിച്ച് ഒരുമാതിരിയായി. അവിടം തൊട്ട് ഞാൻ അമ്മ പ്രയർ ഗ്രൂപ്പിൽ ചേർന്നു. അങ്ങനെ അവിടം തൊട്ട് എനിക്കൊരു എന്താ പറയുന്നൊരു ശക്തി ഭഗവാൻ എനിക്ക് തന്നു. എനിക്ക് അത് പിന്നെ ഒരു നല്ലൊരു ലിങ്ക്, സുസ്മിത ജഗദീശൻ എന്ന് പറയും, എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഭഗവത്ഗീത പ്രഭാഷണം കേട്ടിട്ടില്ല. വളരെ സിമ്പിളായിട്ട് എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഭഗവാൻ എനിക്കത് കിട്ടി. ഒരു യൂട്യൂബ് ലിങ്ക്, അത് എത്രയോ വർഷത്തിന് മുമ്പേ അവർ പറഞ്ഞിട്ടതാണ്. പക്ഷെ ഇപ്പോഴാണ് ഞാൻ അത് കേൾക്കുന്നത്, എനിക്കത് കേൾക്കാൻ യോഗം വന്നത്. അത് പറഞ്ഞാൽ മതി. അത് കേട്ടു തുടങ്ങി ഞാനിപ്പോ ഒരു 8ാം അധ്യായം വരെ ആയിട്ടുള്ളൂ. പക്ഷെ എനിക്ക് ഭഗവത്ഗീതയെ കുറിച്ചൊന്നും അങ്ങനെ കൂടുതലായിട്ട് പറയാനോ അങ്ങനെയൊന്നും ഉള്ള അറിവില്ല. സംസ്കൃതം അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷെ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി വന്നപ്പോ ആ ജ്ഞാനം, അതാ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈശ്വര, എന്താണത്? അതെനിക്ക് പറഞ്ഞാൽ വാക്കുകളില്ല. സോറി. അത് അറിഞ്ഞു തുടങ്ങിയ നിമിഷമാണ് ഭഗവാൻ എന്തിനാണ് നമ്മൾ ഓരോ എക്സ്പെക്ടേഷനും കൊണ്ട് ജീവിക്കുന്നത്, എന്തെല്ലാമാണ് നമ്മുടെ ടെൻഷൻ, ഇതിനൊന്നും ഒരു ആവശ്യവുമില്ലാന്നും ഭഗവാൻ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന അതെനിക്ക് ഇത് മനസ്സിലായി വന്നതാണ് എന്റെ ഭാഗ്യം. അങ്ങനെ എനിക്കറിയില്ല, എനിക്ക് ധൈര്യം വന്നു. എനിക്ക് പിന്നെ ഒരു പേടിയില്ല. എന്റെ മോളെ ഞാൻ ഭഗവാന്റെ നാട്ടിലോട്ടാണ് എന്റെ മോളെ വിട്ടത്, ഗുജറാത്തിൽ പഠിപ്പിക്കാൻ.
ഇവിടെ ആരും ഒരു മലയാളി പോലും അവിടെ ഇല്ല. പക്ഷെ അവർക്ക് CA പഠിക്കണമെന്ന് പറഞ്ഞപ്പം നല്ല കോച്ചിങ് അവിടെ. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പറഞ്ഞാൽ തീരത്തില്ല. ഫൗണ്ടേഷൻ അവർക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ അവള് പാസ്സായി നല്ല മാർക്കോടുകൂടി. ഞാനിത് പുകഴ്ത്തി പറയുവാണോന്നൊന്നും അറിയത്തില്ല, പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് CA ഇന്റർ 2 ഗ്രൂപ്പും കൂടെ എഴുതി. ഞാൻ പ്രതീക്ഷിച്ചില്ല അവളങ്ങ് അത്ര മിടുക്കിയാണെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ അവള് കഷ്ടപ്പെട്ട് നന്നായിട്ട് 2 ഗ്രൂപ്പ് കൂടെ ഒന്നിച്ച് എഴുതിയെടുക്കാൻ CA ഇന്റർ പറ്റി. അത് BComന്റെ കൂടെ തന്നെ. ഇതൊക്കെ ഭഗവാന്റെ അനുഗ്രഹം അല്ലാതെ എന്താണ്? ശ്രേയ വലിയ പാട്ടുകാരിയൊന്നുമല്ല, പക്ഷെ ശ്രേയയ്ക്ക് അവിടെ എന്തെങ്കിലും ഒരു പ്രൈസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹമാണത്. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. അല്ലാതെ നമുക്ക് ആർക്കും ഒരിക്കലില്ല. ഭഗവാന്റെ അനുഗ്രഹം അല്ലാതെ എന്താണ്? എന്റെ ജീവിതത്തിൽ എനിക്ക് വന്നു ചേർന്ന എല്ലാം ഭഗവാൻ കൊണ്ട് തന്നതാണ്. എനിക്ക് എന്ത് അർഹതയാണ്? നമ്മൾ അതുപോലെ വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, വലിയ സേവയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇതെല്ലാം ഇപ്പൊ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം, കുറച്ച് വിശാല ചിന്താഗതി വന്നെങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹം. അത് അങ്ങനെയുള്ള ഒരു മനസ്സ് കിട്ടണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ സ്വാർത്ഥമായിട്ടുള്ള ചിന്ത ഇതൊക്കെ നമുക്ക് മാറണം. ഇതൊക്കെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ നമ്മൾ ഈ ആർത്ത ഭക്തന്മാര് എന്ന് പറഞ്ഞ വേറെ തരം ഭക്തന്മാരെ കുറിച്ച് ഭഗവാൻ പറയുന്നുണ്ട്. സോറി കേട്ടോ, വെറുതെ എനിക്കോട് ഇഷ്ടപ്പെടുത്തുക. അപ്പൊ എനിക്ക് അതിൽ നിന്നൊക്കെ എനിക്കത് മോചനം കിട്ടി. എനിക്ക് ഭഗവാനെ മാത്രം മതി എന്നുള്ള ചിന്ത എന്റെ ഭഗവാൻ എനിക്ക് തന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇതെല്ലാം ഭഗവാന്റെ ഒരു വളരെ അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും ആ വീട്ടിൽ, ആ ഗൃഹത്തിൽ വളരെ വലിയ അനുഗ്രഹം ഭഗവാന് തീർച്ചയായിട്ടും കിട്ടും. ആ ശ്രേയൊക്കെ ഞാൻ കൊച്ചുകുട്ടിയെ കാണുമ്പോൾ തന്നെ നിഷ്കളങ്കമായ ഒരു ചിരിയുണ്ട്. വളരെ ഭഗവാന്റെ അനുഗ്രഹീതമായ ഒരു കുട്ടിയാണ്. തീർച്ചയായിട്ടും നല്ലതേ വരികയുള്ളൂ. ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ, ഗൃഹത്തിലും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് നമ്മൾ 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചുകൊണ്ട് നമ്മൾ ദാമോദര അഷ്ടകത്തിലേക്ക് പോകും. എന്നിട്ട് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യും. ഹരേ കൃഷ്ണ. അപ്പം അഷ്ടകം ചൊല്ലുമ്പോൾ ഭഗവാന്റെ പാദകമലങ്ങളിൽ നിന്ന് ക്ലോക്ക് വൈസ് ആയിട്ട് നെയ്വിളക്ക് 1, 2, 3, 4 റിപ്പീറ്റേഷൻ ഇല്ല. എല്ലാവരും മ്യൂട്ട് ആക്കിക്കൊണ്ട് കൂടെ ചെല്ലുക. അതോടുകൂടി നമ്മൾ ഇന്നത്തെ കാർത്തിക മാസത്തിന്റെ ആചരണവും സ്തുതികളും ഭഗവത്സ്മരണവും എല്ലാം അവസാനിച്ചുകൊണ്ട് നാളത്തെ കാർത്തിക മാസാചാരത്തിലേക്ക് നമ്മൾ പോകുന്നു. ഹരേ കൃഷ്ണ. തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം കൂടെ ഗൃഹസ്ഥനും കുടുംബത്തിനും നമുക്ക് എല്ലാവർക്കും കൂടി നല്ലതിനു വേണ്ടിയിട്ട്, ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നെയ്വിളക്ക് റെഡിയാക്കിയോ? ഓക്കെ. അപ്പം അഷ്ടകം ചൊല്ലട്ടെ. അപ്പം കൂടെ നമ്മൾ ഈ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരും ആ ഗൃഹത്തിൽ ഒപ്പം നെയ്വിളക്ക് കാണിക്കുകയാണ്. ഓക്കെ. അതായിരിക്കണം നമ്മുടെ മനസ്സ്. ആ ഒരു മാനസിക അവസ്ഥയിൽ ഭഗവാന്റെ പാദസ്പർശനത്തിൽ നമ്മൾ നിൽക്കണം. ഹരേ കൃഷ്ണ. ഓക്കെ. അഷ്ടകം സ്നേഹ സ്റ്റാർട്ട് ചെയ്തോളൂ. കമലില്ലേ പ്രഭു? കമല ഇന്ന് ചെറിയൊരു അസ്വസ്ഥതയുണ്ട്. സിമി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. അഷ്ടകം ചൊല്ലാമോ? കമല ഇല്ലേ പ്രഭു? ഓക്കെ. ഹരേ കൃഷ്ണ. സ്നേഹ ഇല്ലേ? സ്നേഹ ചൊല്ലില്ലേ? ഉണ്ട്. ഹരേ കൃഷ്ണ. ഓക്കെ, ചൊല്ലിക്കോളൂ. റിപ്പീറ്റഡ് വേണ്ട, സ്ട്രേറ്റ് അവേ. ഹരേ കൃഷ്ണ. ഈശ്വരം സച്ചിദാനന്ദരൂപം ലസത്കുണ്ടലം ഗോകുലേ വ്രജമാനം യശോദാവിയോലോകലാദവമാനം പരാമൃഷ്ടമത്യന്തോ ധൃത്യ ഗോപ്യാ रुदन्तं नेत्रयुग्मं नृजन्तं कराम्बोजयुग्मेन सातङ्कनेत्रं
मुहुश्वासकं पत्रिरेखाङ्गण्डा स्थितग्रैवं दामोदरं भक्तिभद्रम् इति धृत्स्वलीलाभिरानन्दकुण्डे स्वघोषं निमज्जन्तमख्यापयन्तम् तदीयेषितज्ञेषु भक्तजितत्वम् पुनः प्रेमतस्तं शतावृत्तिवन्दे वरं देव मोक्षं न मोक्षं वदिं वा लक्षान्यं वृणेऽहं वरेशदपीह इदं ते वपुर्नाथ गोपालबालम् सदा मे मनस्या विरस्तां किमन्ये इदं ते मुखाम्बोजम् अत्यन्तनीले घृतं कुन्तलैः स्निग्धरक्तश्च गोप्या मुहुःशुम्भितं बिम्बरक्तादरं मे मनस्या विरस्तामलं लक्षलाभे नमो देव दामोदरानन्त विष्णो प्रसीद प्रभो दुःखजलाभिमग्नम् कृपादृष्टिवृष्ट्यादिदीनं भक्तानो गृहाणि क्षमामज्ञं मे दक्षिदृश्य कुबेरात्मजो बद्धमुत्वैभयद्वयमुचितौ भक्तिभाजकृतौ च तथा प्रेमभक्तिं स्वकां निप्रयच्छ नमो शीघ्रो मेऽस्ति दामोदरेह नमस्ते सुदां निस्फुरदीप्तिदाम्ने त्वदीयोदराय विश्वस्य दाम्ने नमो राधिकाय त्वदीयप्रियाय नमो दन्तलीलाय देवाय तुभ्यम् हरे कृष्णा 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 हरे 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 राम 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 हरे हरे दामोदरा जय दामोदरा दामोदरा जय दामोदरा प्रभुपद जय प्रभुपद प्रभुपद जय प्रभुपद दामोदर भगवान की जय कार्तिक ഹരേ കൃഷ്ണ. താങ്ക് യു. അങ്ങനെ വളരെ മനോഹരമായി കാർത്തിക മാസത്തിന്റെ 13ാമത്തെ ദിവസവും കൂടി ഇന്ന് കഴിയുകയാണ്. വളരെ ഭാഗ്യം ചെയ്തവരാണ് നമ്മൾ. വീണ്ടും പറയുകയാണ്, നമ്മൾ വെറും ചെറുതല്ല. സിമി മാതാജി, ഹരേ കൃഷ്ണ. എന്തെങ്കിലും മെസ്സേജ് പറയാനുണ്ടോ? ലാസ്റ്റ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പറയൂ, വീഡിയോയിൽ വരൂ, പറയൂ. ഇല്ല പ്രഭു, ഒന്നുമില്ല പറയാൻ. വീഡിയോയിൽ വരൂ. ഒന്നുമില്ല പ്രഭു. ഹരേ എല്ലാരെയും എല്ലാം പറഞ്ഞത് കൊണ്ടാണ് അഷ്ടകം ചൊല്ലിയിട്ട് വീണ്ടും ഒരു റിന്യൂ ചെയ്ത് പറയാൻ പറഞ്ഞത്. ഒരു ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. അപ്പോൾ പ്രഭച്ചേട്ട, ഹരേ കൃഷ്ണ. നമുക്ക് വീണ്ടും കാണാം. ഞങ്ങള് തീർച്ചയായും ഉടനെ എല്ലാ വീട്ടിലും വരുന്നുണ്ട്. ദാമോദര ഭഗവാന്റെ ഗിഫ്റ്റുമായിട്ട് ഉടനെ തന്നെ വരുന്നുണ്ട്. ഹരേ കൃഷ്ണ.
വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. നമ്മൾ പരിചയപ്പെട്ടതും എല്ലാം ഭഗവത്ഗീത യഥാരൂപത്തിലൂടെയാണ്. ഹരേ കൃഷ്ണ. ഭഗവത്ഗീത ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു ഭഗവത്ഗീത വേണം. തീർച്ചയായിട്ടും സംശയലേശമേന്യെ പ്രഭചേട്ടൻ എന്നെ വിളിച്ചു, എനിക്ക് ഒരു ഭഗവത്ഗീതയല്ല, എനിക്കൊരു 10 ഭഗവത്ഗീത വേണമെന്ന് പറഞ്ഞു. ഇല്ലേ ചേട്ടാ, ഓർമ്മയില്ലേ? നമ്മള് അതെ നമ്മൾ കൊടുക്കുന്നു ഭഗവത്ഗീത സമ്മാനം കൊടുക്കാൻ വേണ്ടി. അതെ, തീർച്ചയായിട്ടും. എന്തായാലും ഇതെല്ലാം ഒരു കണക്ഷനാണ്, ഭഗവാനുമായിട്ടുള്ള കണക്ഷനാണ്. തീർച്ചയായിട്ടും വീണ്ടും കാണാം. വളരെ സന്തോഷം. എല്ലാവർക്കും വേണ്ടിയിട്ട് വീണ്ടും ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന ജപത്തോടുകൂടി ഇന്നിവിടെ കൺക്ലൂഡ് ആവുന്നു. വീണ്ടും നമുക്ക് നാളെ കാണാം. ഹരേ കൃഷ്ണ. കമലു, ഹരേ കൃഷ്ണ. കൗണ്ട് ഡൗൺ. ഹരേ കൃഷ്ണ. കൗണ്ട് ഡൗൺ ഇല്ലേ? ഹരേ കൃഷ്ണ. ഓക്കെ. ശ്രേയ പോയോ? ഹരേ കൃഷ്ണ. വീണ്ടും നന്നായി പഠിക്കുക. എല്ലാ പരിശ്രമങ്ങൾക്കും അത് വിജയത്തിന്റെ പൂർണ്ണതയിലെത്താൻ ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ടാവും. അത് മനസ്സിൽ വെച്ചിരിക്കുക. സർവസ്യജാഹം ഹൃദസന്നിവിഷ്ടോ മത്ത സ്മൃതിജ്ഞാനം അപോഹനം ച വേദയിച്ച സർവേരഹമേവ വേദ്യോ വേദാന്ത കൃത്വേദ വിദേവചാഹം. എല്ലാവരുടെയും ഹൃദയത്തിൽ പരമാത്മാവായി സ്തുതി ചെയ്യുന്നു. ബുദ്ധിയും ജ്ഞാനവും മറവിയും ഞാൻ തന്നെയാണ്. തീർച്ചയായിട്ടും ആ വിശ്വാസം മനസ്സിൽ വെക്കുക. ധീരമായി പഠിക്കുക. എവിടെയാണോ ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും 100% വിജയത്തോടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ സാധിക്കും. ഹരേ കൃഷ്ണ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി 5 4 സ്നേഹ 3 2 1 0 ഡിം.